നമസ്കാരം. എല്ലാവർക്കും ജെസ്സിസ് കിച്ചണിലേക്ക് സ്വാഗതം. അരിപ്പൊടി കൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഈ കലത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ അളവ് ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. പിന്നെ ഒരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ചെറിയ അച്ചാണ്. ഒരു 5 ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് തേങ്ങ ചിരണ്ടിയത് വേണം. പിന്നെ 1 ടീസ്പൂൺ ഞാൻ എള്ള് എടുത്തിട്ടുണ്ട്. എള്ള് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ് വേണം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ 1/2 ഗ്ലാസ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ജീരകവും ഏലക്കയും ചേർക്കാം കേട്ടോ. നമ്മൾ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ. അപ്പം ഈ 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കുക. 1.5 ഗ്ലാസ്സിൽ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ പൊടി കുറേശ്ശേരി ചേർത്ത് കൊടുക്കാം. 1.5 ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്താണ് നമ്മൾ തേങ്ങ അരച്ചത്. ബാക്കിയുള്ള 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്ക് മിക്സിയിൽ എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ കുക്കർ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ഈ തേങ്ങാക്കൊത്തുണ്ടല്ലോ ഇതൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒരുവിധം ബ്രൗൺ കളറായി തുടങ്ങി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം നന്നായിട്ട് മൊരിഞ്ഞു വന്നു. ഇനി നമുക്ക് ഇത് ഈ കുക്കറിൽ നിന്ന് മാറ്റാം കേട്ടോ. നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ മാവിലേക്ക് ഒഴിക്കണം. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോവേ. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ പൊരിച്ചെടുത്ത ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയും തേങ്ങാക്കൊത്തും അതിൻ്റെ പകുതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ ബാറ്ററിന് ചെറിയൊരു ചൂടുണ്ട്. ഈ ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇത് കുക്കറിലേക്ക് ഒഴിക്കണം. കുക്കറിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നമ്മുടെ കലത്തപ്പത്തിന് ഒന്നും കൂടി രുചി കൂടും. നമുക്ക് അതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക. കുക്കർ നന്നായിട്ട് ചൂടായി ഇതിന് ചെറുതായിട്ട് പുക വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ നന്നായി ചൂടായി ഇന്ന് പുകയൊക്കെ വന്നു തുടങ്ങി. നമുക്ക് നമ്മുടെ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ തേങ്ങാക്കൊത്തും ഉള്ളിയും അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണുള്ളത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് അത് ലോയിലേക്ക് മാറ്റണം. നമുക്ക് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് കുക്കർ അടച്ചു വയ്ക്കാം കേട്ടോ. 2 മിനിറ്റ് ആയി കേട്ടോ. തീ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ കുക്കറിലുള്ള അപ്പം ഏകദേശം 6 മിനിറ്റ് ആയി കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞു, 6 മിനിറ്റിലേക്ക് കടക്കുകയാണ്. ഇപ്പം നമുക്കിവിടെ ചെറുതായിട്ട് എയർ ബബിൾസ് വരുന്നുണ്ട്. ഇടയിൽ കൂടെ ഇങ്ങനെ ആവി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം കേട്ടോ. കുക്കറിൻ്റെ ചൂടിൽ നമ്മുടെ ഈ മാവ് നന്നായിട്ട് വെന്തോളും. കുക്കർ നന്നായിട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം കേട്ടോ. കുക്കറിൻ്റെ ചൂടൊക്കെ കുറച്ച് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ തുറന്ന് നോക്കാം.
കണ്ടോ, പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കുക്കറിന് എന്നാലും ചെറിയ ചൂടുണ്ട്. ഈ ചൂടിൽ നമ്മൾ ഈ അപ്പം പുറത്തെടുക്കാൻ നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. നന്നായിട്ട് തണിയട്ടെ. തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ നന്നായിട്ട് തണുത്തു കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ കലത്തപ്പത്തിൻ്റെ സൈഡൊക്കെ കുറച്ച് വിട്ടു വന്നു തുടങ്ങും. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊക്കിയെടുക്കാൻ പറ്റും. കലത്തപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ. ഇനി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒരുപാട് നേരം എടുത്തിട്ടാണ് സാധാരണ നമ്മൾ കലത്തപ്പം ഉണ്ടാക്കുന്നത് അല്ലേ. ഇതിനിപ്പോൾ അങ്ങനത്തെ പ്രയാസമൊന്നുമില്ല. അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഈ കുക്കറൊന്ന് തണിഞ്ഞ് കിട്ടണം, ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പമാണ് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ സൈഡെല്ലാം കണ്ടോ, നമ്മൾ ആ ചൂട് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചത് കൊണ്ട് നല്ല നീണ്ട ആരൊക്കെ വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കലത്തപ്പാണത്. ഇതെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ എത്ര പെട്ടെന്ന് ഞാനിത് ഉണ്ടാക്കിയെടുത്തതെന്ന്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു.